എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ HSC നാച്ചുറൽ സയൻസിന്റെ സെൽ ബയോളജി ടോപ്പിക് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സെൽ ബയോളജിയുടെ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സെൽ ബയോളജി, അതിന്റെ ഡെവലപ്മെന്റ് ആൻഡ് സ്കോപ്പ്, ഡിഫറെന്റ് സെൽ തിയറീസ് ഇതൊക്കെയാണ്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്, പ്രൊകാരിയോട്ടിക് സെൽസ് എന്താണ്, യുക്കാരിയോട്ടിക് സെൽസ് എങ്ങനെയാണ് പ്രൊകാരിയോട്ടിക് സെല്ലിനെ യുക്കാരിയോട്ടിക് സെല്ലിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഈ സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അൾട്രാ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ്, ദെൻ പ്ലാസ്മ മെംബ്രെയിൻ മോഡൽ, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ അല്ലെ. നമ്മൾ ഡിഫറെന്റ് മോഡൽസ് ഓഫ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ, കോശസ്തരത്തിന്റെ പലതരത്തിലുള്ള മോഡൽസ്, യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള മോഡലുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. നമുക്കറിയാം ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ് ഏറ്റവും എന്താ പറയുക വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ട് എല്ലായിടത്തും ഇന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഉപയോഗത്തിലിരിക്കുന്നത് ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. അതിന്റെ ഫങ്ഷൻസ്, അതുപോലെ മെംബ്രെയിൻ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോശസ്തരം. കോശസ്തരം അഥവാ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സെൽ മെംബ്രെയിൻ എന്ന് പറയും. എന്താ വിളിക്കുക? സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ, ഇതൊക്കെ കോശസ്തരം അറിയപ്പെടുന്നതാണ്. എന്തിനാണ് കോശസ്തരം? നമുക്കറിയാം എവിടെയാണ് കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നത്. ഇതാണ് ഒരു സെല്ല് എന്നുണ്ടെങ്കിൽ ഈ സെല്ലിന്റെ ഔട്ടറിൽ കാണപ്പെടുന്ന മെംബ്രെയിനെയാണ് അല്ലെ, സെല്ലിന് പുറത്തായിട്ട് കാണപ്പെടുന്ന ആ മെംബ്രെയിനെയാണ് നമ്മൾ കോശസ്തരം അഥവാ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. കോശസ്തരം അഥവാ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. കോശസ്തരം അല്ലെ, കോശസ്തരം എവിടെയാണ്? നമുക്കറിയാം പ്രൊകാരിയോട്ടിക് സെല്ലാണെന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസോ മറ്റോ ഒന്നുമില്ല. ഒരു ന്യൂക്ലിയസോ ഒന്നും തന്നെ എന്തിനില്ല? ഒരു പ്രൊകാരിയോട്ടിക് സെല്ലിനില്ല, പ്രൊകാരിയോട്ടിക് കോശത്തിനില്ല. അതായത് ബാക്ടീരിയയുടെ കേസിലൊക്കെ അവിടെ ഇങ്ങനെ മിഡിലായിട്ട് ഇതുപോലെ ഡിസ്പേഴ്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ന്യൂക്ലിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ DNA കാണാനായിട്ട് സാധിക്കാം. യൂക്കാരിയോട്ടിക് കോശങ്ങളാണെന്നുണ്ടെങ്കിലോ, ഇതാണ് ഒരു യൂക്കാരിയോട്ടിക് കോശം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അല്ലെ, യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ പ്രത്യേകത എന്താ? അതിന്റെ സെല്ലിന് നടുക്കായിട്ട് കൃത്യമായിട്ട് ഒരു മർമ്മമുണ്ട്. ആ മർമ്മത്തിനുള്ളിലാണ് ആ DNA അല്ലെങ്കിൽ ജനിതക ഘടന അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള മെറ്റീരിയല് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂക്കാരിയോട്ടിക് സെല്ലിൽ എങ്ങനെയാണ്? ഈ ഏറ്റവും ഔട്ടറിൽ കാണപ്പെടുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതുകൂടാതെ നമുക്കറിയാം യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ വ്യക്തമായിട്ടൊരു മർമ്മമുണ്ട്. അതുപോലെ തന്നെ മറ്റു ഓർഗനൽസ് ഉണ്ട്. ഗോൾഗി ബോഡി ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട് അല്ലെ, അങ്ങനെ ലൈസോസോംസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കോശാംഗങ്ങള് യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ കാണാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കോശാംഗങ്ങളെയും അതുപോലെ തന്നെ സെല്ലിന് ചുറ്റുമായിട്ട്, ആ കോശത്തിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ആ മെംബ്രെയിൻ അല്ലെങ്കിൽ ആ സ്തരത്തിനെയാണ് നമ്മൾ കോശസ്തരം എന്ന് പറയുന്നത്. എന്താ വിളിക്കുന്നത്? കോശസ്തരം. ആദ്യമായിട്ട് നമുക്കിപ്പോ അറിയാം, പണ്ട് ഏറ്റവും ആദ്യം ഒരു സെല്ല് കണ്ടു അല്ലെ, റോബർട്ട് ഹൂക്ക് ആദ്യമായിട്ടൊരു സെല്ല് കണ്ടു. എന്നിട്ട് അതെങ്ങനെയാണെന്നാ പറഞ്ഞേ? അതിനെ ഒരു ഹണികോം ലൈക്ക് സ്ട്രക്ചർ അല്ലെ, തേനീച്ചക്കൂടിന്റെ പോലത്തെ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അതൊരു ഏറ്റവും പ്രിമിറ്റീവ് ടൈപ്പുള്ള ഒരു മൈക്രോസ്കോപ്പ് ആയിരുന്നു. അതിനുശേഷം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് കോശസ്തരത്തിന്റെ വിശദമായ ഘടന, നമ്മൾ ഇന്നറിയപ്പെടുന്ന ഘടനയൊക്കെ നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തമാണ്. then ഈ കോശസ്തരങ്ങളെ കുറിച്ചുള്ള പഠനം ആദ്യമായിട്ട് നടന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ചുവന്ന രക്താണുക്കളിലാണ് അല്ലെ. ചുവന്ന രക്താണുക്കൾ, എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC, റെഡ് ബ്ലഡ് സെൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചുവന്ന രക്താണുക്കളിലാണ് കോശസ്തരങ്ങളെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് പഠിച്ചിരിക്കുന്നത്. കോശസ്തരം ദാ ഈ കാണിച്ചിരിക്കുന്നത് പിക്ചറിലോട്ട് ശ്രദ്ധിക്കുക. എല്ലാ കോശങ്ങളെയും, ഇതൊരു സെല്ലാണ് അല്ലെ, ഇതൊരു യൂക്കാരിയോട്ടിക് സെല്ലാണോ പ്രൊകാരിയോട്ടിക് സെല്ലാണോ നോക്കാം. പ്രൊകാരിയോട്ടിക് കോശമാണോ അതോ യൂക്കാരിയോട്ടിക് കോശമാണോ? നമുക്ക് എന്താ ഇവിടെ കാണാൻ? കൃത്യമായിട്ടൊരു മർമ്മമുണ്ട്. അതിന് അവിടെ നിന്ന് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ദെൻ ഗോൾജി ബോഡി, മൈറ്റോകോൺട്രിയ,
വാക്യൂൾസ് ഇതെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമുക്കിത് കാണുമ്പോഴേ അറിയാം എന്താണിത്. ഇതൊരു യൂകാരിയോട്ടിക് കോശമാണ്. യൂകാരിയോട്ടിക് കോശത്തിൽ എവിടെയൊക്കെയാണ് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ കോശസ്തരം കാണപ്പെടുന്നത്? ആ കോശത്തിന് ചുറ്റുമായിട്ടും അതുപോലെ തന്നെ ഓരോ ഓർഗനൽസ് അല്ല എന്നുണ്ടെങ്കിൽ ഓരോ കോശാംഗങ്ങളെയും മിക്ക അവയവങ്ങളെയും കവർ ചെയ്തിട്ട് കാണപ്പെടുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ കോശസ്തരം എന്ന് പറയുന്നത്. എല്ലാ ജീവകോശങ്ങളെയും അതുപോലെ കോശത്തിനുള്ളിലെ മിക്ക അവയവങ്ങളെയും ചുറ്റുന്ന നേർത്ത, ശ്രദ്ധിക്കാൻ, നേർത്ത അർദ്ധപ്രവേശന സ്തരമാണിത്. നമുക്കറിയാം എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെ. എങ്ങനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ അറിയപ്പെടുന്നത്? സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. സെമി പെർമിയബിൾ, പെർമിയബിലിറ്റി ഉണ്ട് അല്ലെ, കടത്തി വിടും. പക്ഷെ എല്ലാ വസ്തുക്കളെയും ഒരുപോലെ കടത്തി വിടോ? ഇല്ല. എന്താണ് ഇവിടെ പ്രത്യേകത? കോശസ്തരം സെമി പെർമിയബിൾ ആണെന്ന് പറഞ്ഞാൽ ചില വസ്തുക്കളെ അത് കടത്തി വിടുകയും അതുപോലെ തന്നെ ചില വസ്തുക്കളെ ആ പ്ലാസ്മ മെംബ്രെയിൻ അകത്തൂടി കടത്തി വിടുകയും ഇല്ല. അപ്പൊ ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് ഉണ്ടെങ്കിൽ ഇതിലൂടെ ചില സബ്സ്റ്റൻസിന് ഈസി ആയിട്ട് സെല്ലിനകത്തോട്ട് സഞ്ചരിക്കാം, അതുപോലെ പുറത്തോട്ടും സഞ്ചരിക്കാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ ചില സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ ചില വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ചില മോളിക്യൂൾസിന് അതിനകത്തോട്ടോ പുറത്തോട്ടോ മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സെമി പെർമിയബിലിറ്റി, അർദ്ധപ്രവേശന സ്തരം. എന്താണ് അറിയപ്പെടുന്നത്? അർദ്ധപ്രവേശന സ്തരം. ഈ കാണിച്ചിരിക്കുന്നത് മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഈ പ്ലാസ്മ മെംബ്രെയിന്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇവിടെ നോക്കാം എന്താണ് ഈ കാണപ്പെടുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതെന്താണ്? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ അല്ലെ. ഇതെന്താണ്? ഇതൊരു ഫോസ്ഫോലിപ്പിഡ് ലെയർ, ഇതൊരു ഫോസ്ഫോലിപ്പിഡ് ലെയർ. ഇങ്ങനെ രണ്ട് ലിപ്പിഡ് ലെയേഴ്സ് ചേരുമ്പോഴാണ് അവിടെ ബൈലെയർ, ദ്വിപാളി ഫോം ചെയ്യുന്നത്. രണ്ട് ലിപ്പിഡുകളുടെ പാളി ചേർന്നിട്ടാണ് ഒരു കോശസ്തരം ഫോം ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതിൽ എന്തൊക്കെയുണ്ട്? പിന്നെ ലിപ്പിഡ്സ് ഉണ്ട്. അല്ല, ലിപ്പിഡ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ഇതില് പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസ് അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം എന്ന് പറയുന്നത്. കോശസ്തരത്തിന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. കോശസ്തരത്തിലെ പ്രധാന ഘടകങ്ങൾ എന്താണെന്നാ? ഇതാണ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. അപ്പൊ അതിൽ എന്തായാലും ഒരു മേജർ കമ്പോണന്റ് അല്ലെ, കോശസ്തരം നോക്കിക്കഴിഞ്ഞാൽ മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് ആയിരിക്കും. ഏതാണ്? ലിപ്പിഡുകൾ. അതുകൂടാതെ നമുക്ക് അതിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും ഈ ബ്ലൂ കളർ കാണിച്ചിട്ടുണ്ട്, നോക്കിക്കേ. എന്നതാണിത്? ദീസ് ആർ പ്രോട്ടീൻസ്. എന്താണ് ഇതൊക്കെ? എന്താണ്? പ്രോട്ടീൻസ്. അപ്പൊ എന്തൊക്കെയാണ് കോശസ്തരത്തിൽ കാണുന്നത്? ലിപ്പിഡുകൾ ഉണ്ട്, അതുപോലെ പ്രോട്ടീനുകൾ ഉണ്ട്, അതുകൂടാതെ കാർബോഹൈഡ്രേറ്റുകൾ. കണ്ടോ, ഈ പ്രോട്ടീനോട് അറ്റാച്ച് ചെയ്തിട്ട് ഈ കാണുന്ന ഈ വയലറ്റ് കളറിലുള്ള ചെയിനാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റുകളും കാണപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ലിപ്പിഡുകൾ ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ കാർബോഹൈഡ്രേറ്റും നമുക്ക് കോശസ്തരത്തില് കാണാനായിട്ട് പറ്റും. ദെൻ ലിപ്പിഡുകൾ, പലതരത്തിലുള്ള ലിപ്പിഡുകൾ ഒരു കോശസ്തരം നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഓരോ ജീവി അതുപോലെ തന്നെ ഏത് കോശമാണ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ലിപ്പിഡിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലിപ്പിഡ് ആണെന്നുള്ളത് മാറി മാറി വരും. എന്നിരുന്നാലും മെയിൻ ആയിട്ട് കോശസ്തരത്തിൽ കാണപ്പെടുന്ന ലിപ്പിഡ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡുകൾ. എന്താണ്? ഫോസ്ഫോലിപ്പിഡുകളാണ് പ്രധാന ലിപ്പിഡുകൾ. കോശസ്തരത്തിൽ കാണപ്പെടുന്ന പ്രധാന ലിപ്പിഡുകൾ ഏതാണ്? ഫോസ്ഫോലിപ്പിഡുകൾ. ഈ ഫോസ്ഫോലിപ്പിഡുകളെ ഇങ്ങനെ രണ്ട് പാളിയായിട്ട്, രണ്ട് പാളി എന്ന് പറഞ്ഞാൽ രണ്ട് ലെയേഴ്സ് ആയിട്ട്, ഇതൊരു ലെയർ അതുപോലെ തന്നെ ഇതൊരു ലെയർ, ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞു ലിപ്പിഡുകളുണ്ട്, പ്രോട്ടീനുകളുണ്ട്, ഇത് കൂടാതെ കാർബോഹൈഡ്രേറ്റുകളെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഈ കാണുന്നതിന് നമ്മൾ ഔട്ടർ ലീഫ്ലെറ്റ് അല്ലെങ്കിൽ പുറത്തെ ലീഫ്ലെറ്റ് എന്നും ഈ കാണുന്ന റീജിയനെ നമ്മൾ ഇന്നർ ലീഫ്ലെറ്റ് ഓഫ് ദ ബൈലെയർ എന്നാ പറയും. ഇന്നർ ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞത് അകത്തെ ലെയർ. ഓക്കെ, ഇത് അകത്തെ ലെയർ, ഇതെന്ന് പറയുന്നത് പുറത്തെ ലെയർ. ഔട്ടർ ലീഫ്ലെറ്റ് ആൻഡ് ഇന്നർ ലീഫ്ലെറ്റ് എന്നറിയപ്പെടും. ഇതിൽ ഔട്ടർ ലീഫ്ലെറ്റിലെ നോക്കാം, ഔട്ടർ ലീഫ്ലെറ്റിലേക്ക് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ കാണാനായിട്ട് സാധിക്കും. എവിടെയാണ്? ഔട്ടർ ലീഫ്ലെറ്റിലായിരിക്കും നമുക്ക് കാർബോഹൈഡ്രേറ്റുകളെ കാണാനായിട്ട് സാധിക്കാം.
ഈ കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ട് ഇതുപോലെ പ്രോട്ടീൻ ഇരിക്കുന്ന പോലെ ലിപ്പിഡ് ബൈലെയറിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ അതിന്റെ മുകളിലായിട്ടല്ല നമുക്ക് കാണാനായിട്ട് പറ്റുക. ഒന്നുകിൽ പ്രോട്ടീനുകളോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാർബോഹൈഡ്രേറ്റ്സ് കാണുക, അതല്ല എന്നുണ്ടെങ്കിൽ ലിപ്പിഡുകളോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാർബോഹൈഡ്രേറ്റുകളെ കാണാനായിട്ട് പറ്റുക. ഇങ്ങനെയാണ് കോശസ്തരം നോക്കിക്കഴിഞ്ഞാൽ അതിലെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രോട്ടീനുകളുണ്ട്, ലിപ്പിഡുകളുണ്ട്, അതുകൂടാതെ കാർബോഹൈഡ്രേറ്റുകളും കാണപ്പെടാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ ഇവിടെ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റുകൾ എപ്പോഴും എവിടെയായിരിക്കും കാണപ്പെടുക? ഫോസ്ഫോലിപ്പിഡ് ദ്വിപാളിയുടെ അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിന്റെ ഔട്ടർ റീജിയൻ, പുറത്ത പാളിയിലാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റുകൾ കാണാനായിട്ട് പറ്റുക. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ലെയർ അല്ലെങ്കിൽ ഏത് സൈഡിലാണ് കാർബോഹൈഡ്രേറ്റ് കാണാന്ന് ചോദിക്കും. എപ്പോഴും എവിടെയാണ് കാണപ്പെടുക? പുറത്ത പാളിയിലായിരിക്കും നമുക്ക് കാർബോഹൈഡ്രേറ്റുകളെ കാണാനായിട്ട് സാധിക്കാം. ഇതിന് ഈ കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ടാണോ കാണപ്പെടുന്നത്? അല്ല. ഒന്നുകിൽ കാർബോഹൈഡ്രേറ്റ് ഈ കാണുന്ന പ്രോട്ടീൻസ് നോക്കുക, ഈ കാണുന്ന പ്രോട്ടീൻസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാർബോഹൈഡ്രേറ്റുകളെ കാണാനായിട്ട് പറ്റുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗ്ലൈക്കോ പ്രോട്ടീൻസ്. കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനുമായിട്ട് ജോയിൻ ചെയ്ത് കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കോംപ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. അതുപോലെ കാർബോഹൈഡ്രേറ്റുകൾ ചില സമയത്ത് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. ഈ കാണുന്ന ഫോസ്ഫോലിപ്പിഡ്സ് അല്ലെങ്കിൽ ലിപ്പിഡുകളായിട്ട് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും കാർബോഹൈഡ്രേറ്റ് കാണാനായിട്ട് പറ്റുക. ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇത് ഒരു കാർബോഹൈഡ്രേറ്റ് ചെയിൻ ആണ്. അത് എങ്ങോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ലിപ്പിഡിലോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ കണ്ടീഷനിൽ ആ കോംപ്ലക്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോലിപ്പിഡ്സ്. എന്താണ്? ഗ്ലൈക്കോലിപ്പിഡ്സ്. നമ്മൾ പറഞ്ഞത് കോമ്പോസിഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഘടന, കോശസ്തരത്തിന്റെ ഘടനയാണ് പറഞ്ഞത്. കോശസ്തരത്തില് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് അല്ലെ, ഫോസ്ഫോലിപ്പിഡിന്റെ ദ്വിപാളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുമ്പോൾ അതിൽ മേജർ ആയിട്ട് കാണപ്പെടുന്ന ലിപ്പിഡ് ഫോസ്ഫോലിപ്പിഡ് ആണ്. ഇത് കൂടാതെ സ്വിഞ്ചോലിപ്പിഡ്സ് അതുപോലെ കൊളസ്ട്രോൾസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ മെയിൻ ആയിട്ട് ഫോസ്ഫോലിപ്പിഡിന്റെ 2 പാളിയായിരിക്കും കാണാനായിട്ട് പറ്റുക. അതുകൂടാതെ പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ലിപ്പിഡും പ്രോട്ടീനും ആയിരിക്കും. ദെൻ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയും. കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡും ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോ ലിപ്പിഡ്സ് എന്ന് പറയും. പിന്നെ അതുപോലെ കാർബോഹൈഡ്രേറ്റുകളുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ എവിടെയാണെന്ന് ചോദിക്കാം. നമ്മുടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ കാർബോഹൈഡ്രേറ്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? ഇത് പുറത്തെ പാളിയിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കുക, കോമ്പോസിഷൻ അല്ലെന്നുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ലിപ്പിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നാണ് പറയുന്നത്. ഈ കോശസ്തരത്തില് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കോശസ്തരത്തിന്റെ കോമ്പോസിഷനിൽ ഏകദേശം 54%, അതായത് പകുതിയിൽ കൂടുതലും എന്തായിരിക്കും? ലിപ്പിഡ്സ് ആയിരിക്കും. ദെൻ 46% പ്രോട്ടീൻസ് ആയിരിക്കും. അതായത് ഏറ്റവും ചെറിയൊരു പെർസെന്റേജ് മാത്രം, അതായത് ഏകദേശം 5 മുതൽ 10% മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ ലിപ്പിഡ് കാണാനായിട്ട് പറ്റും. അതിനും കുറവ് മാത്രമാണ് നമുക്ക് പ്രോട്ടീൻസ് കാണാനായിട്ട് പറ്റുള്ളൂ, ഏകദേശം 46%. എന്നാലും ലിപ്പിഡ് പ്രോട്ടീൻ കോമ്പോസിഷൻ ഏകദേശം അടുത്തടുത്ത് വരുന്നത്. ഏറ്റവും ചെറിയൊരളവിൽ മാത്രമാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കാണാനായിട്ട് സാധിക്കുക. ലിപ്പിഡ് കോമ്പോസിഷൻ ഇപ്പൊ നമ്മളൊരു ജനറൽ ആയിട്ട് അതിന്റെ കോമ്പോസിഷൻ ആണ് പറഞ്ഞത്. ലിപ്പിഡ് എത്ര വരും, അതുപോലെ പ്രോട്ടീൻ എത്ര വരും, കാർബോഹൈഡ്രേറ്റ് എത്ര വരുന്നത്. ഈ ലിപ്പിഡ് പ്രോട്ടീൻ പെർസെന്റേജ് അല്ലെങ്കിൽ ലിപ്പിഡും പ്രോട്ടീനും തമ്മിലുള്ള ആ അനുപാതം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കോശസ്തരമാണ്, ടൈപ്പ് ഓഫ് സെൽ മെംബ്രെയിൻ, ഏത് തരത്തിലുള്ള കോശസ്തരമാണ്. അതായത് ഇപ്പോ സെല്ലിന് ചുറ്റും കാണപ്പെടുന്ന കോശസ്തരമാണോ, അതോ മൈറ്റോകോൺട്രിയയുടെ കോശസ്തരമാണോ, അതോ മർമ്മത്തിന്റെ കോശസ്തരമാണോ? അതാണ് കോശസ്തരത്തിന്റെ തരം എന്നറിയപ്പെടുന്നത്, ടൈപ്പ് ഓഫ് സെൽ മെംബ്രെയിൻ. അതുപോലെ ജീവിയുടെ തരം, ഏത് തരത്തിലുള്ള ജീവി, ഇപ്പോ മാമലാകാം അല്ലെ, മാമലാകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിഷ് ആകാം, അല്ലെങ്കിൽ ഒരു ബേർഡ് ആകാം, ഇതിനനുസരിച്ച്. അതുപോലെ കോശത്തിന്റെ തരം, ഒരു നെർവ് സെൽ ആകാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഡൈജസ്റ്റീവ് സെൽസ് ആവാം, റെസ്പിറേറ്ററി സെൽസ് ആവാം. ഇങ്ങനെ സെല്ലുകളിൽ വരുന്ന മാറ്റം
ഇതെല്ലാം അനുസരിച്ച് കോശസ്തരത്തില് ലിപ്പിഡും പ്രോട്ടീനും തമ്മിലുള്ള അനുപാതം വ്യത്യാസപ്പെടുന്നു. എന്താണ് പറഞ്ഞേ? ലിപ്പിഡ് ടു പ്രോട്ടീൻ റേഷ്യോ, ലിപ്പിഡ് ടു പ്രോട്ടീൻ റേഷ്യോ. ലിപ്പിഡ് ടു പ്രോട്ടീൻ റേഷ്യോ എന്ന് പറയുന്നത് കോശസ്തരത്തിന്റെ തരം, അതായത് ടൈപ്പ് ഓഫ് സെൽ മെംബ്രെയിൻ, അതുപോലെ ടൈപ്പ് ഓഫ് ഓർഗാനിസം, ഏത് തരത്തിലുള്ള ജീവി, അതുപോലെ ഏത് തരത്തിലുള്ള കോശം, ടൈപ്പ് ഓഫ് സെൽ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ലിപ്പിഡും പ്രോട്ടീനും തമ്മിലുള്ള റേഷ്യോ അഥവാ അനുപാതം ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ചുവന്ന കോശസ്തരത്തിൽ, അതായത് ചുവന്ന കോശം RBC അല്ലെ, റെഡ് ബ്ലഡ് സെൽസിന്റെ കോശസ്തരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് 52% പ്രോട്ടീൻ, 52% പ്രോട്ടീനും 40% ലിപ്പിഡുമാണ് കാണപ്പെടുന്നത്. നമ്മൾ ജനറലി പറയുമ്പോൾ എന്താ പറയുന്നത്? കോശസ്തരത്തിന്റെ മേജർ പോർഷൻസും ലിപ്പിഡാണ്. ലിപ്പിഡ് കഴിഞ്ഞിട്ടാണ് പ്രോട്ടീൻസ് വരുന്നത്, പ്രോട്ടീൻസ് കഴിഞ്ഞിട്ടാണ് കാർബോഹൈഡ്രേറ്റ് ഒരു ചെറിയ പെർസെന്റേജിൽ കാണപ്പെടുന്നത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ചുവന്ന കോശസ്തരം, ഇതാണ് ചുവന്ന കോശസ്തരം എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽ അല്ലെ, എറിത്രോസൈറ്റ്സ്, റെഡ് ബ്ലഡ് സെൽസിന്റെ ഔട്ടർ മെംബ്രെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കോശസ്തരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ് 52%ഉം 40% മാത്രമാണ് ലിപ്പിഡ് കാണപ്പെടുന്നത്. നമ്മൾ പിക്ചറിൽ കണ്ടിരുന്നു എങ്ങനെയാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. ഇതാണ് ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് പാളിയിലായിട്ട് അല്ലെ, രണ്ട് പാളിയായിട്ടാണ് എന്താ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ലിപ്പിഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെ അല്ലെ. ഇങ്ങനെ രണ്ട് പാളികളിലായിട്ടാണ് ലിപ്പിഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ മേജർ അല്ലെങ്കിൽ അവിടെ ഏത് കോശസ്തരം നോക്കിയാലും അതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് ആയതുകൊണ്ട് ഇതിന് നമ്മള് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് വിളിക്കുന്നു. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്ന് വിളിക്കുന്നു. ഇത് മെംബ്രെയിന്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. നട്ടെല്ലായിട്ട് കരുതുന്നത് ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിനെയാണ്. നോക്കുക, കോർ ഏരിയ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ കാമ്പ് സെൻട്രൽ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് പാളിയിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ലിപ്പിഡിന്റെ ഒരു ഷീറ്റ് അല്ലെ, രണ്ട് പാളിയിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിപ്പിഡിന്റെ ഒരു ഷീറ്റാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. ദെൻ അതിലേക്കാണ് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെ എംബഡ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിനെയാണ് സ്ട്രക്ചറൽ ബാക്ക് ബോൺ ഓഫ് ദ മെംബ്രെയിൻ, കോശസ്തരത്തിന്റെ നട്ടെല്ല്, സ്ട്രക്ചറൽ ബാക്ക് ബോൺ ഓഫ് ദ മെംബ്രെയിൻ അറിയപ്പെടുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ സെമി പെർമിയബിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്താണ്? സെമി പെർമിയബിൾ ആണ്. സെമി പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അർദ്ധമായിട്ട് സുതാര്യമാവുന്നു അല്ലെ, അങ്ങനെ പറഞ്ഞ അർദ്ധധാര്യം എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് അത് ചില വസ്തുക്കളെ കടത്തിവിടുകയും ചില വസ്തുക്കളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കോശത്തിനകത്തേക്കും പുറത്തേക്കും ചില വസ്തുക്കളുടെ സുഗമമായ സഞ്ചാരം, അല്ലെങ്കിൽ ചില വസ്തുക്കളെ ഈസി ആയിട്ട് സെല്ലിനകത്തേക്കും പുറത്തേക്കും കടത്തിവിടും. എന്നാൽ ചില വസ്തുക്കളെ എന്ത് ചെയ്യും? അത് അങ്ങോട്ട് അകത്തേക്കോ പുറത്തേക്കോ കടത്തിവിടില്ല. ഇതാണ് സെമി പെർമിയബിലിറ്റി ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, കോശത്തിനകത്തും പുറത്തും ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളുടെ ക്രമരഹിതമായ ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ സെൻട്രൽ ഏരിയ അല്ലെങ്കിൽ കോർ ഏരിയയിൽ കാണപ്പെടുന്നത് ഫോസ്ഫോലിപ്പിഡുകളുടെ ദ്വിപാളിയാണ്. ഇതാണ് ആ കോശസ്തരത്തിന്റെ നട്ടെല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നേ. ഇതെന്താ ചെയ്യാ? വസ്തുക്കളുടെ ക്രമരഹിതമായ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു അല്ലെ. എന്താ പറയുന്നത്? ദാറ്റ് പ്രിവെന്റ്സ് ദ റാൻഡം മൂവ്മെന്റ് ഓഫ് വാട്ടർ സൊല്യൂബിൾ മെറ്റീരിയൽസ് ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിനകത്തേക്കും പുറത്തേക്കും വാട്ടർ സൊല്യൂബിൾ, ജലത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്ന സബ്സ്റ്റൻസസിന്റെ അല്ലെങ്കിൽ വസ്തുക്കളുടെ മൂവ്മെന്റിനെ നിയന്ത്രിക്കുന്നത് ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് അല്ലെങ്കിൽ ദ്വിപാളിയാണ്. കോശസ്തരത്തില് വിവിധ തരത്തിലുള്ള ലിപ്പിഡുകൾ കാണപ്പെടുന്നു എന്നാ പറയുന്നത്. പിന്നെ ആ ലിപ്പിഡുകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയുടെ ഒരു പ്രോപ്പർട്ടി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഫീച്ചറാണ് ദേ ആർ ആംഫിപതിക്. കോശസ്തരത്തിൽ കാണപ്പെടുന്ന ലിപ്പിഡുകളുടെ പ്രത്യേകത എന്താ? അത് ആംഫിപതിക് ആണ്. ആംഫിപതിക് എന്ന് പറഞ്ഞാൽ അതിനൊരു ഹൈഡ്രോഫിലിക് പാർട്ടും ഉണ്ടാകും. ഇതാണ് ആംഫിപതിക് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയല്ലേ നമ്മൾ ലിപ്പിഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഹെഡ് റീജിയനും ഉണ്ട്, ഒരു ടെയിൽ റീജിയനും ഉണ്ട്. ദിസ് ഈസ് ദ ഹെഡ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ ടെയിൽ റീജിയൻ. ഈ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹെഡ് റീജിയൻ ഈസ് ഹൈഡ്രോഫിലിക്. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വെള്ളം, ജലത്തിനോട് അനിഷ്ടമൊന്നുമില്ല, ജലഭീതി ഒന്നും ഇല്ലാത്ത റീജിയനെയാണ് അല്ലെങ്കിൽ സ്ഥലത്തിനെയാണ് ഹൈഡ്രോഫിലിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ടെയിൽ റീജിയനെ വിളിക്കുന്ന പേരാണ്
ഹൈഡ്രോഫോബിക്. ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത് ഫോബിയ, പേടിയല്ലേ, ജലഭീതി, ജലത്തിനോട് പേടിയുള്ളത് അല്ലെങ്കിൽ ജലത്തിനോട് കോണ്ടാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത റീജിയൻ ആണ് നമ്മൾ ഹൈഡ്രോഫോബിക് ടെയിൽ റീജിയൻ എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പോളാർ ഹെഡ്, ഇതാണ് ഈ ഹൈഡ്രോഫിലിക് റീജിയൻ അല്ലെങ്കിൽ വാട്ടർ ലവിങ് അല്ലെങ്കിൽ ജലത്തിനോട് ഇഷ്ടപ്പെടുന്ന റീജിയനെ നമ്മൾ പോളാർ ഹെഡ് എന്നാണ് വിളിക്കുക. പോളാർ ഹെഡ് റീജിയൻ, പോളാർ ഹെഡ് റീജിയൻ. ആൻഡ് ഈ ടെയിൽ റീജിയൻ, ഈ താഴെ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്താണ് വിളിക്കുക? ഇതിനെ നമ്മള് നോൺ പോളാർ റീജിയൻ. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നോൺ പോളാർ റീജിയൻ, നോൺ പോളാർ റീജിയൻ അഥവാ ഹൈഡ്രോഫോബിക് ഭാഗം, ഹൈഡ്രോഫോബിക് റീജിയൻ എന്നറിയപ്പെടും. ദെൻ കോശസ്തരത്തിലുള്ള ലിപ്പിഡുകൾ, നമ്മൾ ഇത്രയും നേരം ഏതാണ് പ്രധാന ലിപ്പിഡുകൾ എന്ന് പഠിച്ചിരിക്കുന്നത്? ഫോസ്ഫോലിപ്പിഡ്. അപ്പോ 3 തരത്തിലുള്ള, പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ലിപ്പിഡുകളാണ് കോശസ്തരത്തിൽ കാണപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫോസ്ഫോലിപ്പിഡ്, ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഫോസ്ഫോലിപ്പിഡ്. ഇത് കൂടാതെ ഗ്ലൈക്കോലിപ്പിഡ്സും കൊളസ്ട്രോളും നമുക്ക് കോശസ്തരത്തില് കാണാനായിട്ട് പറ്റും. ഇതൊക്കെയുണ്ട് ഫോസ്ഫോലിപ്പിഡ്സ്, അതുപോലെ ഗ്ലൈക്കോലിപ്പിഡ്സ്, കൊളസ്ട്രോൾ. ഇങ്ങനെ 3 തരത്തിലുള്ള ലിപ്പിഡുകളാണ് നമുക്ക് കോശസ്തരത്തില് കാണാനായിട്ട് സാധിക്കുക. ദെൻ കോശസ്തരത്തിൽ കാണപ്പെടുന്ന ഈ ലിപ്പിഡുകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണ്? ആംഫിപതിക്. എന്താണ്? ആംഫിപതിക് എന്നാണ് വിളിക്കുന്നത്. ആംഫിപതിക്. ആംഫിപതിക് എന്ന് പറഞ്ഞാൽ ഈ ലിപ്പിഡുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്, അതിന് 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ തൊട്ടു മുൻപേ ഡിസ്കസ് ചെയ്ത ഏതാണ്? ഒരു പോളാർ ഹെഡ് റീജിയനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു നോൺ പോളാർ ടെയിൽ റീജിയൻ ഉണ്ട്. ഇതാണ് ഹെഡ് റീജിയൻ അല്ലെ, ഇതാണ് ഹെഡ് റീജിയൻ. അതിന്റെ പ്രോപ്പർട്ടി എന്താ? പോളാർ, അതായത് അത് ഹൈഡ്രോഫിലിക്, അതിന് ധ്രുവീയ ശീർഷം എന്നാണ് പറയുന്നത്. എന്താണ്? ധ്രുവീയ ശീർഷം, പോളാർ ഹെഡ്. അത് പുറത്തോട്ട്, അതെങ്ങനെയാണ്? സെൽ മെംബ്രെയിൻ 2 ലെയർ ആയിട്ട് കാണുന്നത്. ഈ ലെയറിന്റെ പുറത്തെ സർഫസിലോട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് ആയിരിക്കും നമുക്ക് പോളാർ ഹെഡ് റീജിയൻ അല്ലെങ്കിൽ ധ്രുവീയ ശീർഷ ഭാഗത്ത് കാണാനായിട്ട് പറ്റുക. ആൻഡ് ഈ ടെയിൽ റീജിയൻ, ടെയിൽ റീജിയൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഉള്ളിലോട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. ടെയിൽ റീജിയൻ എങ്ങോട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക? ഉള്ളിലോട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. അതായത് ലിപ്പിഡ് ബൈലെയർ, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു കോശസ്ഥലം എന്നിരിക്കട്ടെ, ഇത് ഈ കാണിച്ചിരിക്കുന്നത് ഒരു ലിപ്പിഡ് ലെയർ, ഒരു പാളി, ഇത് അടുത്ത പാളി, അങ്ങനെ ഒരു 2 പാളി ആയിട്ടാണ് ഈ ലിപ്പിഡ് ബൈലെയർ ഫോം ചെയ്യുന്നത്. ഇത് നോക്കുക, ഒരു ലെയർ, ഫസ്റ്റ് ലെയറിൽ നോക്കുക, ഇതേതാണ്? ഇത് പോളാർ റീജിയൻ അല്ലെങ്കിൽ ധ്രുവീയ ശീർഷ ഭാഗങ്ങള്. ഇതൊരു കോശസ്തരം, അതായത് ഒരു സെല്ലിന്റെ പുറത്തുള്ള കോശസ്തരമാണെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് എന്താണ്? ഇവിടെയാണ് സൈറ്റോപ്ലാസ്മിക് സൈഡ് അല്ലെ, സൈറ്റോപ്ലാസം കാണപ്പെടുന്ന സർഫസ്. അതിന്റെ അടുത്തുള്ള ആ മെംബ്രെയിൻ റീജിയനെ നമ്മള് ഇന്നർ ലീഫ്ലെറ്റ്, അകത്ത പാളി എന്ന് വിളിക്കും. ദെൻ എക്സ്ട്രാ സെല്ലുലാർ റീജിയനിലോട്ട് കാണപ്പെടുന്നതിന് നമ്മള് ഔട്ടർ ലീഫ്ലെറ്റ് അഥവാ പുറത്തെ പാളി എന്ന് വിളിക്കും. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ധ്രുവീയ ശീർഷഭാഗം, പുറത്തെ പാളിയില് ആ എക്സ്ട്രാ സെല്ലുലാർ സർഫസിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഇവിടുത്തെ പോളാർ ഹെഡ് അഥവാ ധ്രുവീയ ശീർഷം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് സൈഡിലോട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക, അതിനോട് ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ റീജിയൻ ഇതേതാണ്? 2 ലെയറിലെയും 2 പാളിയിലെയും ആ നോൺ പോളാർ ടെയിൽ റീജിയൻ, ജലഭീതിയുള്ള വാൽഭാഗം അല്ലെ, ജലഭീതിയുള്ള ഈ വാൽഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ 2 കൂടി ഇന്ററാക്ട് ചെയ്തിട്ട് 2 പാളിയുടെയും ആ ടെയിൽ റീജിയൻ എന്ന് പറയുന്നത് പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ട് ഒരുമിച്ചായിരിക്കും പാക്ക് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റാം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോശസ്തരത്തിൽ ലിപ്പിഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ലിപ്പിഡുകളുടെ ധ്രുവീയ ശീർഷം. എന്താണ് ധ്രുവീയ ശീർഷം എന്ന് പറഞ്ഞാൽ? ആ ടേംസ് ഓർത്തിരിക്കുക. പോളാർ ഹെഡ് റീജിയൻ, അതെങ്ങോട്ടായിരിക്കും? പുറത്തേക്കും. അതുപോലെ തന്നെ ജലഭീതിയുള്ള വാൽഭാഗം, അതായത് ഈ ഹൈഡ്രോഫോബിക് ടെയിൽ റീജിയൻ എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ ഉൾഭാഗത്തേക്കും തള്ളി നിൽക്കുന്ന രീതിയിലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഈ ടെയിൽ റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്. നോക്കുക, കണ്ടോ? ഈ കാണുന്നത് എന്താണ്? ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ്. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ചെയിൻസ് ഉണ്ടാകാം. ഓക്കെ, അപ്പോ ഈ ഹൈഡ്രോ കാർബൺ ചെയിൻസ് എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള ജലത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടേക്കാം അല്ലെ. ഇവിടെ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടോ? ഔട്ടർ സർഫസ് അല്ലെങ്കിൽ പുറത്തുള്ള ജലവുമായിട്ട് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഈ നോൺ പോളാർ ടെയിൽ റീജിയനിൽ ഇല്ല. അപ്പൊ ഇവിടെ അതിനെ സംരക്ഷിക്കപ്പെട്ട് അതൊരു ക്ലോസ്ഡ് പാക്ക് ആയിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. ലിപ്പിഡിന്റെ പൂരിത ഹൈഡ്രോ കാർബണുകളുള്ള അധ്രുവീയ, നോൺ പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്രുവീയ വാൽഭാഗം
ജലാംശമുള്ള ചുറ്റുപാടുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പൊ വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വെള്ളമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് പോളാർ അല്ലെങ്കിൽ ധ്രുവീയ ശീർഷവും ദെൻ നോൺ പോളാർ ടെയിൽ റീജിയൻ അല്ലെങ്കിൽ അധ്രുവീയ വാൽഭാഗം എന്ന് പറയുന്നത് വാട്ടർ ആയിട്ടൊന്നും അത് സൈറ്റോപ്ലാസ്മിക് സൈഡോ എക്സ്ട്രാസെല്ലുലാർ സൈഡോ ആയിട്ടൊന്നും ഇന്ററാക്ഷൻ ഇല്ലാതെ അതൊരു പാക്ക് ആയിട്ട് അല്ലെങ്കിൽ അതിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗെയിൻ നോക്കാം, പ്ലാസ്മ സ്ഥലത്തിന്റെ മാതൃകയാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കോശ സ്ഥലത്തിന്റെ മാതൃകയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ഈ മാതൃക നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കാണപ്പെടുന്നത്? ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ഈ കാണിച്ചിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. അതിൽ പിന്നീട് പ്രോട്ടീൻസ് അല്ലെ, ലിപ്പിഡ് ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് പ്രോട്ടീൻസ്. അത് കൂടാതെ പ്രോട്ടീൻസിനോടും അതുപോലെ തന്നെ ലിപ്പിഡുകളോടും അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? കാർബോഹൈഡ്രേറ്റ് കാണാനായിട്ട് പറ്റും. ദെൻ പലതരത്തിൽ ലിപ്പിഡിനോട് അറ്റാച്ച് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലിപ്പിഡുകളെ നമ്മൾ ഗ്ലൈക്കോ ലിപ്പിഡുകൾ. ഈ കാണുന്നത് എന്താണ്? ഗ്ലൈക്കോ ലിപ്പിഡുകൾ. ദെൻ ഈ കാണുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ദെൻ ഇവിടെ പെരിഫറൽ പ്രോട്ടീൻസിനെയും ഇന്റഗ്രൽ പ്രോട്ടീൻസിനെയും കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ദെൻ ഫോസ്ഫോലിപ്പിഡ്. ദെൻ വേറൊരു ടൈപ്പ് ലിപ്പിഡ് ആണ് കൊളസ്ട്രോൾ. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? കൊളസ്ട്രോൾ. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അഗെയിൻ നമ്മുടെ ഡയഗ്രാം നോക്കാം. എന്തൊക്കെയാ കാണാനായിട്ട് സാധിക്കുന്നത്? ഈ കാണുന്നത് ലിപ്പിഡ് ബൈലെയർ. ഇതിന്റെ ധ്രുവീയ ശീർഷം, അതുപോലെ തന്നെ അധ്രുവീയ വാൽഭാഗം. ഇത് സൈറ്റോസോൾ അല്ലെ, സൈറ്റോസോളിന്റെ അടുത്തുള്ള ഈ ലിപ്പിഡ് ബൈലെയറിന്റെ പാളിയെ വിളിക്കുന്ന പേരാണ് അകത്തെ പാളി, ഇന്നർ ലീഫ്ലെറ്റ്. ഇതിനെന്താ വിളിക്കുക? ഔട്ടർ ലീഫ്ലെറ്റ് അഥവാ പുറത്തെ പാളി. അത് എക്സോപ്ലാസം അഥവാ എക്സ്ട്രാസെല്ലുലാർ സൈഡും ആയിട്ടായിരിക്കും ഇന്ററാക്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് പ്രോട്ടീൻസ് കാണാനായിട്ട് പറ്റും. മെംബ്രെയിനിലുള്ള പ്രോട്ടീനുകളെ ഈ ബൈലെയറുമായിട്ടുള്ള ഇന്ററാക്ഷൻ അഥവാ ബന്ധത്തിന്റെ അടിസ്ഥാനത്തില് 3 വ്യത്യസ്ത ക്ലാസുകളായിട്ട് അല്ലെങ്കിൽ 3 വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് നമുക്ക് തിരിക്കാം. ഇതിന്റെ ബേസിസിലാണ് ഈ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറുമായിട്ട് എങ്ങനെയാണ് ഈ പ്രോട്ടീൻസ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തില് മെംബ്രെയിൻ പ്രോട്ടീൻസിനെ അല്ലെങ്കിൽ കോശസ്ഥലത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഇന്റഗ്രൽ പ്രോട്ടീൻസ്. എന്താണ് ഇന്റഗ്രൽ പ്രോട്ടീൻസ്? ദെൻ പെരിഫറൽ പ്രോട്ടീൻസ്, ദെൻ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ഇന്റഗ്രൽ പ്രോട്ടീനുകള്, പെരിഫറൽ പ്രോട്ടീനുകള്, അതുപോലെ തന്നെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീനുകൾ. എന്താണ് ഇന്റഗ്രൽ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്? ഇന്റഗ്രൽ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത് ഇതല്ലേ ലിപ്പിഡ് ബൈലെയർ. ഈ ലിപ്പിഡ് ബൈലെയറിൽ 2 ലെയറിലോട്ടും അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ ഒരു ലെയറിൽ മാത്രമായിട്ട്. അപ്പോ ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അത് ഭാഗികമായോ അല്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടോ ആ ബൈലെയറിന്റെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ബൈലെയറുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യും. ഇങ്ങനെയുള്ള പ്രോട്ടീനുകളെയാണ് നമ്മൾ ഇന്റഗ്രൽ പ്രോട്ടീൻസ്. ഇന്റഗ്രൽ പ്രോട്ടീൻസ് പറഞ്ഞാൽ there is an intimate interaction between the protein and the lipid bilayer. ആ ലിപ്പിഡ് ബൈലെയറും അതുപോലെ തന്നെ ആ പ്രോട്ടീനുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ എന്ന് പറയുന്നത്? അവിടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റിമേറ്റ് ഇന്ററാക്ഷൻസ് കാണപ്പെടുന്നു. അവിടെ ഒരു ഇന്റിമേറ്റ് ഇന്ററാക്ഷൻസ്. അപ്പോ ഇന്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ പ്രോട്ടീനുകൾ ആ പേരിൽ തന്നെയുണ്ട്. അവിടെ ലിപ്പിഡ് ബൈലെയറുമായിട്ട് ഒരു ഇന്റിമേറ്റ് ഇന്ററാക്ഷൻസ് ആയിരിക്കും കാണാനായിട്ട് പറ്റുക. ഒന്നുകിൽ ഈ ലിപ്പിഡ് ലെയറിൽ കംപ്ലീറ്റ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഈ കാണുന്ന പോലെ നമുക്ക് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലെയറിൽ മാത്രമായിട്ട് നമുക്ക് ഇന്റഗ്രൽ പ്രോട്ടീനുകളെ കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു ടൈപ്പാണ് പെരിഫറൽ പ്രോട്ടീനുകൾ അഥവാ പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. പെരിഫറൽ എന്ന് പറയുന്നത് പെരിഫറി, അതായത് മെംബ്രെയിന്റെ പുറത്തായിട്ടായിരിക്കും നമുക്ക്, അതായത് സ്ഥലത്തിന്റെ പ്രതലത്തിലായിരിക്കും നമുക്ക് പെരിഫറൽ പ്രോട്ടീൻസ് കാണാനായിട്ട് പറ്റുക. കണ്ടോ? ഈ കാണുന്ന നോക്കിക്കേ, ഇവിടെ നോക്കുക, ഇതൊരു മെംബ്രെയിന്റെ ഇന്നർ ലീഫ്ലെറ്റ് ആണ്. ഈ ലീഫ്ലെറ്റിന് പുറത്തായിട്ട്
അതായത് ലിപ്പിഡ് ബൈലെയറിന്റെ ആ നോൺ പോളാർ റീജിയൻ ആയിട്ടൊന്നും ഒരു ഇന്ററാക്ഷനും ഇല്ല, പോളാർ ഹെഡ് റീജിയൻ ആയിട്ട് മാത്രമാണ് ഇന്ററാക്ഷൻ കാണപ്പെടുന്നുള്ളൂ. ഇങ്ങനെയുള്ള പ്രോട്ടീൻസിനെയാണ് പെരിഫെറൽ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. ഇതിന് അടുത്തൊരു ക്ലാസ് ആണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് പറഞ്ഞാൽ ഇവിടെ ലിപ്പിഡുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കാണപ്പെടുന്ന, ലിപ്പിഡിൽ നിന്നും ഫോം ചെയ്ത് വരുന്ന ആ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ലിപ്പിഡുമായിട്ട് ഒരു കണക്ഷൻ കാണിക്കുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. സോ കോശസ്തരത്തിലെ പ്രോട്ടീനുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് പ്രോട്ടീൻസുകൾ കാണാം. ഇന്റഗ്രൽ പ്രോട്ടീനുകൾ, പെരിഫറൽ പ്രോട്ടീനുകൾ, അതുപോലെ തന്നെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. നെക്സ്റ്റ് ഈസ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്തത് ആരായിരുന്നു? സിംഗർ ആൻഡ് നിക്കോൾസൺ. സിംഗർ ആൻഡ് നമ്മൾ കൂടുതലായിട്ട് ഇന്ന് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സെൽ മെംബ്രെയിന്റെ ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. അത് പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോഡല് കൊണ്ടുവന്നത് സിംഗറും അതുപോലെ നിക്കോൾസൺ എന്ന് പറഞ്ഞ 2 സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് ഈ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാ, സിമ്പിൾ ആണ് അല്ലെ. സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഇൻ ദ ഇയർ 1972 സിംഗർ ആൻഡ് നിക്കോൾസൺ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പ്രപ്പോസ് ചെയ്തു. അക്കോർഡിംഗ് ടു ഹിസ് മോഡൽ, എന്താണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ പറയുന്നത്? ലിപ്പിഡ് ബൈലെയറിൽ, ഇവിടെ എന്ത് തന്നെയാണെന്ന് പറഞ്ഞു, ലിപ്പിഡ് ബൈലെയർ ഉണ്ട് അല്ലെ. കോശസ്തരം എന്ന് പറഞ്ഞാൽ അതിൽ പിക്ചർ മനസ്സിലോട്ട് കൊണ്ടുവരാ. ലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ആ ലിപ്പിഡ് ബൈലെയറില് പ്രോട്ടീനുകൾ മൊസൈക് പാറ്റേണിൽ ക്രമീകരിച്ചിരിക്കുന്നു. ലിപ്പിഡ് ബൈലെയറിലെ പ്രോട്ടീനുകൾ ഒരു മൊസൈക് പാറ്റേണിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡല് പറയുന്നത്. എന്താണ് മൊസൈക് മോഡൽ എന്ന് പറഞ്ഞാൽ? ഒരു നമ്മുടെ പിക്ചർ നേരത്തെ കണ്ട, തൊട്ട് മുന്നൊക്കെ കണ്ട പിക്ചേഴ്സ് ഓർത്തിരിക്കുക. എന്താ സംഭവിച്ചിരിക്കുന്നേ? പിക്ചറിലോട്ട് നോക്കുക, കണ്ടോ? ഇത് ലിപ്പിഡ് ബൈലെയർ, കോർ കമ്പോണന്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയർ ആണ്. ആ ലിപ്പിഡ് ബൈലെയറില് അവിടെ ഇവിടെ ആയിട്ട് അല്ലെ, പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറിയിട്ട് നമുക്ക് പ്രോട്ടീനുകളെ കാണാനായിട്ട് പറ്റും. അവിടെ ഇവിടെ ആയിട്ട് ചിന്നിച്ചിതറിയിട്ട് നമുക്ക് പ്രോട്ടീനുകളെ കാണാനായിട്ട് പറ്റും. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മൊസൈക് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഇതാണ് ലിപ്പിഡ് ബൈലെയറില് അവിടെ ഇവിടങ്ങളായിട്ട് പലതരത്തിലുള്ള പ്രോട്ടീനുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഒരു പാറ്റേണിനെ നമ്മൾ മൊസൈക് പാറ്റേൺ എന്ന് വിളിക്കും. ആൻഡ് ഈ മോഡലിനെ നമ്മൾ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. എന്തുകൊണ്ടാണ് ഫ്ലൂയിഡ് മൊസൈക്? ആ മൊസൈസിസ് എന്ന് പറയുന്നത് എന്താണ്? ലിപ്പിഡ് ബൈലെയറിലെ പ്രോട്ടീൻസിന്റെ അറേഞ്ച്മെന്റ് കാരണമാണ് ഇവിടെ മൊസൈക് എന്നുള്ള ടേം കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ എന്താണ് ഫ്ലൂയിഡിറ്റി? ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്നാണ് പറയുന്നത് അല്ലെ. ആ ഫ്ലൂയിഡിറ്റി, പ്ലാസ്മ മെംബ്രെയിൻ ഒരു ഫ്ലൂയിഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒഴുകാനുള്ള അല്ലെ, ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഒഴുകാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഒരു അർദ്ധ ദ്രവ്യാവസ്ഥ, ക്വാസി ഫ്ലൂയിഡ് നേച്ചർ. ലിക്വിഡ്സിന്റെ പ്രത്യേകത എന്താ? ലിക്വിഡ്സ് ആർ ഫ്ലോയിങ് ഇൻ നേച്ചർ. ഇതിനിവിടെ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ലിക്വിഡ് അല്ല, എന്നൊരു അർദ്ധ ദ്രവ്യാവസ്ഥ, ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഉണ്ട്. ആൻഡ് ഈ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ കാരണം ഈ പ്രോട്ടീൻസിന് ആ മെംബ്രെയിനിൽ കൂടെ ലാറ്ററൽ മൂവ്മെന്റ്സ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ലിപ്പിഡ് ബൈലെയറിന് പ്രത്യേകതയുണ്ട്. ലിപ്പിഡ് ബൈലെയറിന് ഒരു അർദ്ധദ്രവ്യാവസ്ഥ, ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഉണ്ട്. ആ ഫ്ലൂയിഡിറ്റി കാരണം പ്രോട്ടീൻസിന് ആ മെംബ്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് ലാറ്ററൽ മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നു. ഇങ്ങനെ സ്ഥലത്തിലൂടെ ചലിക്കാനുള്ള ഈ ഒരു കഴിവിനെയാണ് അതിന്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഘടന പ്രകാരം, സിംഗർ ആൻഡ് നിക്കോൾസന്റെ ഘടന പ്രകാരം കോശസ്തരത്തിലെ പ്രോട്ടീനുകള് മൊസൈക് പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ, അതിലുള്ള പ്രോട്ടീനുകൾക്ക് ആ ലിപ്പിഡ് ബൈലെയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് ആ പ്രോപ്പർട്ടീനെ നമ്മൾ ഫ്ലൂയിഡിറ്റി എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഫ്ലൂയിഡിറ്റിയും അതുപോലെ തന്നെ ഈ മൊസൈക് പാറ്റേണും കാണുന്നത് കൊണ്ടാണ് കോശസ്തരത്തിന്റെ ഘടനയെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എന്ന് സിംഗർ ആൻഡ് നിക്കോൾസൺ വിളിച്ചത്. ഫ്ലൂയിഡ് മൊസൈക് മോഡൽ. പിക്ചർ ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ലിപ്പിഡ് ബൈലെയർ. ഇതൊരു ലെയർ ആൻഡ് ഇതൊരു ലെയർ. ഇത് സൈറ്റോസോളിക് സൈഡ് അഥവാ സൈറ്റോപ്ലാസം കാണപ്പെടുന്ന റീജിയൻ.
ആൻഡ് ഇത് എന്ന് പറയുന്നത് എക്സോപ്ലാസ്മിക് സൈഡ് അല്ലെങ്കിൽ നോൺ സൈറ്റോസോളിക് സൈഡ് എന്ന് നമ്മൾ വിളിക്കും. നോൺ സൈറ്റോസോളിക് സൈഡ്. ഇത് സൈറ്റോസോളിക് സൈഡ്, ഇത് നോൺ സൈറ്റോസോളിക് സൈഡ്. സൈറ്റോസോളിക് സൈഡിൽ വരുന്ന ലിപ്പിഡ് ബൈലെയറിന്റെ പാളിനെ എന്താ വിളിക്കുക? ഇന്നർ ലീഫ്ലെറ്റ് അഥവാ അകത്തെ പാളി. ദെൻ നോൺ സൈറ്റോസോളിക് സൈഡിൽ വരുന്ന ലിപ്പിഡ് ബൈലെയറിന്റെ ഈ ലെയറിനെ അല്ലെങ്കിൽ ആ പാളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പുറത്തെ പാളി അഥവാ പുറംപാളി. ദെൻ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ, ലിപ്പിഡ് കൂടാതെ എന്ത് കാണപ്പെടുന്നു? കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളും ഉണ്ട്. കാർബോഹൈഡ്രേറ്റുകളും ഉണ്ട്, പ്രോട്ടീനുകളും ഉണ്ട്. എത്ര ടൈപ്പ് പ്രോട്ടീൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? ഈ കാണുന്നത് എന്ത് പ്രോട്ടീനാ? ഇന്റഗ്രൽ പ്രോട്ടീൻസ്. ഇന്റഗ്രൽ പ്രോട്ടീൻസ്. ദെൻ പെരിഫറൽ പ്രോട്ടീൻസ്, പുറത്ത് കാണപ്പെടുന്ന പെരിഫറൽ പ്രോട്ടീൻസ്. ഇങ്ങനെ പുറത്ത് കാണപ്പെടുകയാണെങ്കിൽ പെരിഫറൽ പ്രോട്ടീൻസ്. അതുപോലെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ഗ്ലൈക്കോപ്രോട്ടീൻസിനെയാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് വിളിക്കുന്നത്. ഗ്ലൈക്കോപ്രോട്ടീൻസ് അല്ല, ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ഈ ലിപ്പിഡ് ബൈലെയറിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻസ് വരാണെങ്കിൽ അതിനെ ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് വിളിക്കും. ദെൻ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത് എവിടെയാ നോക്കിക്കേ. ഇവിടെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നുണ്ടോ? ഇല്ല. കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ടല്ല കാണപ്പെടുക, ഒന്നുകിൽ പ്രോട്ടീൻസിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണാം. അങ്ങനെയെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് വിളിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ലിപ്പിഡ്സിനോട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണാം. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനെ ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് വിളിക്കും. ദെൻ ഈ ലിപ്പിഡ് ബൈലെയറിൽ ലിപ്പിഡ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ആംഫിപ്പത്തിക് നേച്ചറാന്ന് പറഞ്ഞു. ഇതാണ് ഒരു ധ്രുവീയ ശീർഷമുണ്ട്, ഒരു അധ്രുവീയ വാൽഭാഗമുണ്ട്. ധ്രുവീയ ശീർഷം രണ്ടും പുറത്തോട്ട് തള്ളിയായിരിക്കും കാണപ്പെടുക. അതുപോലെ അധ്രുവീയ വാൽഭാഗം എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അത് ഇത്രയൊക്കെയാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറഞ്ഞത്. അതുകൂടാതെ ഈ പാറ്റേൺ നോക്കി കഴിയുമ്പോൾ ഈ ലിപ്പിഡ് ബൈലെയറിൽ അവിടെ ഇവിടങ്ങളായിട്ട് നമുക്ക് പ്രോട്ടീനുകളെ കാണാം. ഈ ഒരു അറേഞ്ച്മെന്റിനെ മൊസൈക്ക് അറേഞ്ച്മെന്റ് എന്ന് വിളിച്ചു. ദെൻ ലിപ്പിഡ് ബൈലെയറിന് ഒരു ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ആണുള്ളത്, അർദ്ധദ്രവ്യാവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടീനുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് അതിന്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അത് പ്രൊപ്പോസ് ചെയ്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ. സിംഗർ ആൻഡ് നിക്കോൾസൺ. ഫ്ലൂയിഡിറ്റി അല്ലെ? ഫ്ലൂയിഡിറ്റി എന്താന്ന് പറഞ്ഞത്? പ്ലാസ്മ സ്ഥലത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഫ്ലൂയിഡിറ്റി. ആ ഫ്ലൂയിഡിറ്റി എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? അതിലെ പ്രോട്ടീൻസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാറ്ററൽ മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ സെല്ലിന് ഷേപ്പ് മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം സെൽ ഡിവിഷന്റെ ഒക്കെ സമയത്ത് സെല്ലിങ്ങനെ എന്താ പറയുന്നത്, കുഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ സെല്ലിന് അല്ലെങ്കിൽ ആ കോശസ്ഥലത്തിന് ഷേപ്പ് അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന നേച്ചർ ആണ്. സോ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ സെൽ മെംബ്രെയിൻ ദാറ്റ് അലൗസ് ഇറ്റ് ടു അഡാപ്റ്റ് ഇറ്റ്സ് ഷേപ്പ് ആൻഡ് മൂവ്മെന്റ് ടു ഡിഫറെന്റ് കണ്ടീഷൻസ്. ഓരോ പലതരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത സാഹചര്യങ്ങളില് സെല്ലിന്റെ അല്ലെങ്കിൽ കോശത്തിന്റെ ഷേപ്പ് അതുപോലെ തന്നെ അതിന്റെ മൂവ്മെന്റ്, ചലനം ഇതുപോലെയൊക്കെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആ കോശസ്ഥലത്തിന്റെ ഫ്ലൂയിഡിറ്റി എന്ന ഒരു നേച്ചറാണ്. ദെൻ 3 പ്രധാന ഘടകങ്ങളാണ് ഈ കോശസ്ഥലത്തിന്റെ ദ്രവത്വത്തെ അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിറ്റിനെ സ്വാധീനിക്കുന്നത്. സെൽ മെംബ്രെയിൻ അഥവാ കോശസ്ഥലത്തിന്റെ ഫ്ലൂയിഡിറ്റിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണുള്ളത്. താപനില അഥവാ ടെമ്പറേച്ചർ, കൊളസ്ട്രോൾ ആൻഡ് ഫോസ്ഫോലിപ്പിഡുകളിലെ ഫാറ്റി ആസിഡുകളുടെ നേച്ചർ. അതായത് സാച്ചുറേറ്റഡ് ആണോ അതുപോലെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൊണ്ടാണോ ഈ ഫോസ്ഫോലിപ്പിഡില് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണോ എന്നുള്ളത്. ഇതൊക്കെയാണ് ഫ്ലൂയിഡിറ്റിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ് വരുന്നത്. താപനില, കൊളസ്ട്രോള്, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് സാച്ചുറേറ്റഡ് ഓർ ദ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ അഥവാ താപനില. നമുക്കറിയാം ഇത് ലിപ്പിഡ്സ് ആണെന്ന് പറഞ്ഞു. ലിപ്പിഡ്സ് അല്ലെ മെയിൻ ആയിട്ട് വരുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന കോമ്പോസിഷൻ, മെയിൻ ആയിട്ട് വരുന്ന കമ്പോണന്റ് ഓഫ് ദ കോശസ്തരം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലിപ്പിഡ്. ഈ ലിപ്പിഡിന്റെ പ്രോപ്പർട്ടി വെച്ച് ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു നോക്കാം. എബോവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആൻഡ് ബിലോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. എബോവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ, ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് നേച്ചർ എന്തിനുണ്ട്? ഈ ബൈലെയറിനുണ്ട്. കോശസ്തരത്തിന്റെ ആ ബൈലെയർ അല്ലെങ്കിൽ ലിപ്പിഡ് ബൈലെയറിന് ദ്വിപാളിക്ക് എന്തുണ്ട്? ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡിറ്റി ഉണ്ട്.
ആ ഫ്ലൂയിഡിറ്റിക്ക് മാറ്റം വരുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ TM എന്ന് റെപ്രസെന്റ് ചെയ്യും. ആ ഫ്ലൂയിഡിറ്റിക്ക് മാറ്റം വരുന്ന നോർമൽ ആയിട്ടുള്ള ഫ്ലൂയിഡിറ്റിക്ക് മാറ്റം കൊണ്ടുവരുന്ന ആ ടെമ്പറേച്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? ട്രാൻസിഷൻ ടെമ്പറേച്ചർ അഥവാ TM എന്ന് വിളിക്കും. എബോവ് ഇപ്പൊ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിറ്റി ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് ആ ഒരു റേഞ്ചില് ഒരു കോശം അതിന്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി പക്കയായിട്ട് കാണിക്കും. ആ ടെമ്പറേച്ചർ ആ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ പ്രോപ്പർട്ടീസ് ആ ഫ്ലൂയിഡ് നേച്ചർ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞ നേച്ചറിന് മാറ്റം വരും. അതാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ബിലോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്? ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എബോവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ആയിട്ട് മാറും. എന്തായിരിക്കും? ഫ്ലൂയിഡിറ്റി എന്നുള്ളത്. ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? അർദ്ധ ദ്രവ്യാവസ്ഥയാണ്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അത് ലിക്വിഡ് ക്രിസ്റ്റൽ ആയിട്ട് മാറും. ദെൻ ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ ബിലോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ വന്നാൽ ജെൽ ലൈക്ക് സോളിഡ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് ഓർത്ത് വെക്കാനായിട്ട് ഒരു എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ ഓയിൽ അല്ലെ, അതിനെ കൺസിഡർ ചെയ്യുക. ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ലിപ്പിഡ് ആണ്. ഓയിൽ എന്ന് പറയുന്നത് ലിപ്പിഡ് ആണ്. മഞ്ഞുകാലം അല്ലെങ്കിൽ തണുപ്പ് കാലം വരുമ്പോൾ എന്താ സംഭവിക്കാറ്? ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് അല്ലെ തണുപ്പ് കാലം. ഒരു ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും തണുപ്പാണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിനെന്താ സംഭവിച്ചേ? ആ വെളിച്ചെണ്ണയ്ക്ക് അതിന്റെ ലിക്വിഡ് നേച്ചർ കൂടുകയാണോ ചെയ്തേ അതോ കുറയുകയാണോ ചെയ്തേ? എന്താ സംഭവിക്കാം? അതിങ്ങനെ കട്ടയായിട്ട് ഇരിക്കണ പോലെ നമുക്ക് കാണാം. കട്ടയായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? അതൊരു ജെല്ലായിട്ട് മാറുക ചെയ്തേ, ഒരു സോളിഡ് ആയിട്ട് മാറുക ചെയ്തേ. അതിലൊഴുകാൻ പറ്റുമോ കട്ടയായി കഴിഞ്ഞാൽ? ഇല്ല. സോ ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ ഇവിടെയും ലിക്വിഡ് ബൈലെയറിനും എന്താ സംഭവിക്കുന്നേ? അതൊരു ജെല്ലൈറ്റ് സോളിഡ് ആയിട്ട് മാറി. സോ അവിടെ ആ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞ നേച്ചർ ഡിക്രീസ് ചെയ്തു. ഇവിടെ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കും? ഡിക്രീസ് ചെയ്തു ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ജെല്ലൈറ്റ് സോളിഡ് മെട്രിക്സ്. പക്ഷെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടി, ഇതേ കണ്ടീഷനിൽ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലിക്വിഡ് ടെമ്പറേച്ചർ കൂടുന്തോറും ആ ജെല്ലൈറ്റ് കൺസിസ്റ്റൻസി മാറി അതിൽ കൂടുതൽ ലിക്വിഡ് ആയിട്ട് മാറും. സോ ഇവിടെ മൂവ്മെന്റ് കൂടുതൽ പോസിബിൾ ആവും. എബോവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കംപ്ലീറ്റ്ലി ലിക്വിഡ് ഒഴുകി നടക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. കണ്ട, ഇത് തമ്മിലുള്ള സ്പേസ് കൂടി വരുന്നതായിട്ട് കാണാനായിട്ട്. അങ്ങനെയാണ് ടെമ്പറേച്ചർ ഫ്ലൂയിഡിറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അടുത്തത് എങ്ങനെയാണ് കൊളസ്ട്രോൾ? കൊളസ്ട്രോളും എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? കോശസ്തരത്തിന്റെ ഫ്ലൂയിഡിറ്റിനെ അഫക്ട് ചെയ്യുന്നത്. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിറ്റി ബഫർ ആണെന്നാണ് പറയുന്നത്. എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? ഒരു ഫ്ലൂയിഡിറ്റി ബഫർ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു ബിലോ ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ജെല്ലൈറ്റ് മെട്രിക്സ് ഫോം ചെയ്യും. അങ്ങനെ ജെല്ല് പോലെ ആയിക്കഴിഞ്ഞാൽ സംഭവിക്കും? അവിടെ ഫ്ലൂയിഡിറ്റി കുറയും, മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് നോക്കാം. ഇതിന്റെ ഇടയ്ക്ക് നോർമലി ലിപ്പിഡ് ബൈലെയർ, ഈ ലിപ്പിഡ് ബൈലെയറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊളസ്ട്രോൾ മോളിക്യൂൾസ് വന്നു. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലും ഈ കാണുന്ന ലിപ്പിഡ്സിനെ ക്ലോസ്ലി പാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ടെമ്പറേച്ചർ കുറയുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോൾ ഇരിക്കുന്നത് കാരണം നമുക്ക് തൊട്ടു മുന്നത്തെ പിക്ചർ കണ്ട പോലെ ഇത്തരത്തിലൊരു ക്ലോസ് പാക്കിംഗ് പോസിബിൾ അല്ല. കാരണം എന്താ? ഇതിന്റെ ഇടയിലായിട്ട് കൊളസ്ട്രോൾസ് വന്നു. കൊളസ്ട്രോളിന്റെ പ്രസൻസ്, ഈ കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് ഈ ഫാറ്റി ആസിഡ് ചെയിൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഈ ടെയിൽ റീജിയൻ ഒന്നും ക്ലോസ്ലി പാക്ക് ചെയ്തിരിക്കാനായിട്ട് പറ്റില്ല. അവ തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾസിന്റെ പ്രസൻസ് കാരണം എന്ത് പറ്റും? ടെമ്പറേച്ചർ കുറഞ്ഞെങ്കിൽ പോലും അതിന്റെ ഫ്ലൂയിഡിറ്റി തീരെ ഇല്ലാതാവുന്നില്ല. അവിടെ ജെല്ലൈറ്റ് മെട്രിക്സ് ഫോം ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇൻക്രീസസ് ദ ഫ്ലൂയിഡിറ്റി. പ്രസൻസ് ഓഫ് കൊളസ്ട്രോൾ ഇൻക്രീസസ് ദ ഫ്ലൂയിഡിറ്റി എന്ന് നമുക്ക് പറയാം. ദെൻ എബോവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, തൊട്ട് മുന്നേ ടെമ്പറേച്ചർ കൂടിയപ്പോ എന്ത് പറ്റി? ഫ്ലൂയിഡിറ്റി വല്ലാണ്ട് അങ്ങ് കൂടി. കാരണം അവ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് വന്നു. പക്ഷേങ്കില്
ഇവിടെ ടെമ്പറേച്ചർ കൂടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇടയിൽ ഇങ്ങനെ ഇതുപോലെ കൊളസ്ട്രോൾസ് ഇരിക്കുകയാണ്. ഇങ്ങനെ കൊളസ്ട്രോൾസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ അസൈൽ ചെയിൻ എന്ന് പറയും. ഈ ഹൈഡ്രോകാർബൺ ചെയിന് ഒരുപാട് മൂവ്മെന്റ് ഒന്നും പോസിബിൾ അല്ല. അത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ മാത്രമാണ് ഈ അസൈൽ ചെയിൻസിനൊക്കെ മൂവ്മെന്റ് പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിക്രീസസ് ദ ഫ്ലൂയിഡിറ്റി. അത് ഫ്ലൂയിഡിറ്റി കുറയാനായിട്ട് കാരണമാകും. ദെൻ അടുത്ത ഒന്നാണ് പൂരിത ഓർ അപൂരിത ഫാറ്റി ആസിഡുകൾ. ഈ ലിപ്പിഡ് ബൈലെയറിൽ ഉണ്ടായിരിക്കുന്ന ഫാറ്റി ആസിഡ്സ്. ഇതാണ് ലിപ്പിഡ് ബൈലെയർ അല്ലെ. ലിപ്പിഡിന്റെ ഹൈഡ്രോകാർബൺ ചെയിൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഹൈഡ്രോകാർബൺ ചെയിൻസിൽ നമുക്ക് ഹൈഡ്രോകാർബൺ ചെയിൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആകാം, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആവാം. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോസ്ലി പാക്ക് ചെയ്തിട്ട് കാണാനായിട്ട്. ഇതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ്. എന്താണ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ? സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സിംഗിൾ ബോൺസ് മാത്രമായിരിക്കും ആ ഹൈഡ്രോകാർബൺ ചെയിനിൽ കാണാനായിട്ട് പറ്റുക. ദെൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഹൈഡ്രോകാർബൺ ചെയിൻ ആണ്. ഈ ഹൈഡ്രോകാർബൺ ചെയിനില് ഡബിൾ ബോണ്ടോ അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടോ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഈ അൺസാച്ചുറേഷനെയാണ് ഇങ്ങനെ കാണിച്ചത്. കണ്ടോ, ഒരു കർവായിട്ട്. ഇതിനെ നമ്മൾ കിങ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? കിങ്. പ്രസൻസ് ഓഫ് കിങ് എന്ന് പറയും. ഓക്കെ, ഇതെന്തിനാ കാണിക്കുന്നത്? അൺസാച്ചുറേഷൻ. സോ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ, ഇവിടെ ലിപ്പിഡ്സ് എല്ലാം അടുക്കടുക്കായിട്ട് ഒരു അകലം പോലും ഇങ്ങനെ അടുക്കടുക്കായിട്ട് വരും. അപ്പൊ അത് ജെൽ ലൈക്ക് മെംബ്രെയിൻ ആയിരിക്കും. ജെൽ ലൈക്ക് മെംബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡിറ്റി എങ്ങനെയായിരിക്കും? ജെൽ ലൈക്ക് മെംബ്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലൂയിഡിറ്റി കുറവായിരിക്കും. ദെൻ ഇവിടെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു കിങ് ഫോം ചെയ്തു, അതായത് ഒരു വളവ് വന്നു. വളവ് വന്നപ്പോ നോക്കിക്കേ, ഇവിടെ ഈ ലിപ്പിഡ്സ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ആയി. അപ്പൊ ക്ലോസ് പാക്കിംഗ് പോസിബിൾ ആണോ? അല്ല. ക്ലോസ് പാക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഫ്ലൂയിഡ് നേച്ചർ അല്ലെങ്കിൽ ലിക്വിഡിറ്റി. സോ presence of unsaturated fatty acids will increases the fluidity. ഇവിടെ increases the fluidity. Fluidity increase ചെയ്തു. സോ ഫ്ലൂയിഡിറ്റിനെ അഫക്ട് ചെയ്യുന്ന 3 പ്രധാന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹൈഡ്രോകാർബൺ ചെയിനിലെ സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അതുപോലെ കൊളസ്ട്രോള്, ദെൻ ടെമ്പറേച്ചർ അഥവാ താപനില. സോ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? പ്ലാസ്മ മെംബ്രെയിൻ അഥവാ കോശസ്തരത്തിന്റെ ഘടന, അതിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡല്, എന്താണ് മൊസൈക്ക് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന നേച്ചർ വരുന്നത്, ഫ്ലൂയിഡിറ്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെംബ്രെയിൻ ട്രാൻസ്പോർട്ട് എന്താണെന്ന്. താങ്ക് യു.